ഹലോ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. അൾട്ടേഡ് കണ്ടന്റ് എന്താണ്? അൾട്ടേഡ് കണ്ടന്റ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് ഒരു വ്യക്തിയുടെ ഒരു വീഡിയോസ് ഞാൻ കണ്ടു. കാണേണ്ട ഒരു അടിസ്ഥാനം എന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ വീഡിയോസ് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് വീട്ടമ്മമാർ ഇതുപോലെ അതിന് തെറ്റായ ഒരു വിവരത്തിനനുസരിച്ച് അവരുടെ മാക്സിമം കണ്ടന്റുകൾ ഡിലീറ്റ് ചെയ്തു. എന്നിട്ടായിരുന്നു അവരെ എന്നെ വിളിച്ചത്. അപ്പൊ ആ വിളിച്ച സമയത്ത് അവരെന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു പുതിയൊരു യൂട്യൂബർ വന്നിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നതെന്നുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. എന്താണ് അൾട്ടേഡ് കണ്ടന്റ്? അൾട്ടേഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ബ്യൂട്ടി ഫിൽട്ടർ ഉപയോഗിക്കുന്നതൊക്കെ അൾട്ടേഡ് കണ്ടന്റ് ആണ് എന്ന് പറഞ്ഞു. ഈ അൾട്ടേഡ് കണ്ടന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ അടിച്ചു പോകും, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ പോകും എന്നുള്ളൊരു തെറ്റായ സന്ദേശമാണ് അദ്ദേഹം കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ലിങ്ക് അയക്കുകയും ആ ചാനൽ ഞാൻ കാണുകയും ചെയ്തു. ആ ചാനൽ പരിശോധിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ മുന്നോടിയായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടു. സന്തോഷം. അപ്പോ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമാണ്: താങ്കൾ വീഡിയോസ് റെഫറൻസ് ചെയ്ത് ഇടാൻ ശ്രമിക്കുക. യൂട്യൂബിനെ പറ്റി കൂടുതൽ പഠിച്ചതിന് ശേഷം ഇടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി എന്താണ് അൾട്ടേഡ് കണ്ടന്റ് എന്നുള്ളത് ഞാൻ പറയാം. വളരെ സിമ്പിളായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. വളരെ സിമ്പിളായി മനസ്സിലാക്കിയാൽ മാത്രം മതി. അതായത് AI ഉപയോഗിച്ച് നമ്മൾ ഒരു തെറ്റായ വിവരത്തിൽ അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ഒരു വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ യെസ് എന്ന് കൊടുക്കുക. അതല്ല നോർമൽ ആണെന്നുണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഇത്ര മാത്രമേ നിങ്ങൾ അറിഞ്ഞാൽ മതി. അതിനപ്പുറത്തേക്കൊന്നുമില്ല. മനസ്സിലായില്ലേ? അതായത് സ്വാഭാവികമായിട്ട് നമ്മൾ അൾട്ടേഡ് കണ്ടന്റ് ഉപയോഗിച്ചൊരു വീഡിയോസ് ചെയ്തതിന് ശേഷം ഇത് അൾട്ടേഡ് കണ്ടന്റ് ആണ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് അവിടെ എഴുതി കാണിക്കും മുകളിൽ ഇത് അൾട്ടേഡ് കണ്ടന്റ് ആണ് എന്നുള്ളത്. ഓക്കെ. ഇനി അദ്ദേഹം പറഞ്ഞ വീഡിയോസിൽ എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ വീഡിയോസ് 6000-ഓളം ആളുകൾ കണ്ടിട്ടുണ്ട്. ആ വീഡിയോസ് കണ്ടതിൽ ഒരു കമന്റ് പോലും ഞാൻ അതിൽ നെഗറ്റീവ് കണ്ടില്ല. കണ്ടവരെല്ലാം ഓംബ്ര എന്നുള്ള തമ്പ്ര എന്നുള്ള ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത്തരം പ്രേക്ഷകരും അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രേക്ഷകരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് അയാൾ ഭയപ്പെടുത്തിയ പോലെ ഒന്നും ഇല്ല. അൾട്ടേഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ ചാനലിനെ നിങ്ങളുടെ ചാനലിനെ നശിപ്പിക്കുന്ന ഒന്നും തന്നെ അല്ല. അൾട്ടേഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു യൂട്യൂബിന്റെ ഒരു കെയർ മാത്രമാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ആയിട്ടുള്ള അതിനോട് സാമ്യമുള്ള കണ്ടന്റുകൾ ഇടുമ്പോൾ യൂട്യൂബ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി അതിന്റെ മുകളിൽ എഴുതി കാണിക്കും ഇതൊരു അൾട്ടേഡ് കണ്ടന്റ് ആണ് എന്നുള്ളത്. ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയാം. അദ്ദേഹം പറഞ്ഞത് ബ്യൂട്ടി ഫിൽട്ടറുകൾ അൾട്ടേഡ് കണ്ടന്റിൽ പെടും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യൽ അൾട്ടേഡ് കണ്ടന്റിൽ പെടും. ഇത്തരത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോവാണ്. ഒരുപാട് അദ്ദേഹം വായിച്ചതെല്ലാം അൾട്ടേഡ് കണ്ടന്റ് ആണ്. സത്യം പറഞ്ഞാൽ എന്താ പറയാ, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് മലയാളത്തിൽ അതിങ്ങനെ വായിച്ചു തരികയാണ് നിങ്ങൾ ചെയ്യുന്നത്. ആ മലയാളം പോലും അദ്ദേഹത്തിന് ശരിക്കും വായിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ദുഃഖകരമായി തോന്നുന്നത്. അതിന്റെ ഒരു അർത്ഥം പറഞ്ഞു തന്നാൽ തന്നെ ഏകദേശമായിരുന്നു. ജസ്റ്റ് ഒരു എന്താ പറയാ, ഒരു വീഡിയോസിന് വേണ്ടി അദ്ദേഹം കുറച്ച് എഫേർട്ട് എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളുടെ വീഡിയോസ് ഇപ്പൊ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഒക്കെ വീഡിയോസ്, അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചാനലിന്റെ ഒരു വീഡിയോസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ദിവസമാണ് അയാൾ ആ വീഡിയോസ് ചെയ്യുന്നത്. അത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല. പ്രധാനപ്പെട്ട ആൾക്കാർ പറയുന്നത് കേട്ട് അത് അതേപോലെ പറയുക. താങ്കളുടെ സ്വന്തം അഭിപ്രായത്തിൽ ഒന്നും തന്നെ ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. യൂട്യൂബേഴ്സിൽ പരിഭ്രാന്തി പടർത്തരുത്. ഓക്കെ. താങ്കളും അൾട്ടേഡ് കണ്ടന്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഈ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നതോ, ഈ ബ്യൂട്ടി ഫിൽട്ടർ ഉപയോഗിക്കുന്നതോ, അല്ലെങ്കിൽ ആനിമേഷൻ വീഡിയോസ് ചെയ്യുന്നതോ അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയാ, അങ്ങനെ അവര് അതിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട് ഓരോന്നും. നമ്മുടെ ശബ്ദം ചേഞ്ച് ചെയ്യുക, ശബ്ദത്തിന് മോഡുലേഷൻ അല്ലെങ്കിൽ ശബ്ദത്തിന്റെ ഗാംഭീര്യം കൂട്ടുക, കുറച്ചു വെക്കുക, ഇതൊന്നും അൾട്ടേഡ് കണ്ടന്റിൽ പെടുന്നില്ല എന്നുള്ളത് ഞാൻ 100% എഴുതി ഒപ്പിട്ട് തരാം. ഓക്കെ. പ്രധാനപ്പെട്ട യൂട്യൂബേഴ്സ് കൂടെ ഇത് അവർ നമ്മുടെ മുൻഗാമികൾ അല്ലെങ്കിൽ നമുക്ക് വഴി കാണിച്ചു തരുന്ന യൂട്യൂബേഴ്സും കൂടെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായം മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ യൂട്യൂബേഴ്സിന് ഒന്നടങ്കം ഈ ഗണത്തിൽ ഇതുപോലെ സത്യസന്ധമായിട്ട് വീഡിയോസ് ഇടുന്ന യൂട്യൂബേഴ്സ് ഇങ്ങനെ തെറ്റായ വിവരണം അദ്ദേഹം തന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാം
ആ ഗണത്തിൽ പെടുന്നവരാണ് നിങ്ങൾ വിചാരിക്കരുത്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഞാൻ ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് കണ്ടു. അവരെല്ലാം സത്യസന്ധമായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യത്തിൽ ഒരു എന്താ പറയുക, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ വീഡിയോസ് ഞാൻ വീണ്ടും കണ്ടു. അദ്ദേഹം പറയുന്നുണ്ട് അതിൽ ഞങ്ങൾ എന്താ പറയാ ഇതിനൊക്കെ അദ്ദേഹം അനുകൂലമാണ്. ഏത് വീഡിയോ നമുക്ക് വാച്ചിങ് അവർ ക്യാഷ് കൊടുത്തു ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, പൈസ ഉള്ളവർ ചെയ്യട്ടെ, അതുകൊണ്ട് നമുക്കെന്താ, ഒരാൾക്ക് വാച്ചിങ് അവർ വേണമെങ്കിൽ, അയാൾക്ക് താല്പര്യമെങ്കിൽ, പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ അയാൾ ചെയ്യട്ടെ എന്നുള്ളതൊക്കെ. അതും കൂടാതെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വാട്സപ്പ് ഗ്രൂപ്പ് അതിൽ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വീഡിയോസ് ഇട്ട് കളിക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ വീഡിയോസും സബും ഒക്കെ സ്പാം ആവാൻ ചാൻസ് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് ആര് തന്നെയാലും, ഈ പറയപ്പെടുന്ന വ്യക്തിയായാലും ഏത് ഒരു യൂട്യൂബർ ആയാലും അങ്ങനെ ചെയ്യുന്നെങ്കിൽ അവൻ ഫ്രോഡാണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഓരോ കാര്യത്തിനും ഓരോ യൂട്യൂബേഴ്സ്, ഇപ്പൊ ഇവിടെയുള്ള യൂട്യൂബേഴ്സിനൊക്കെ എല്ലാ കാര്യത്തിനും നമുക്ക് ഓരോരോ താരീഫൊക്കെ ഉണ്ട്. എല്ലാത്തിനും ഒരു താരീഫുണ്ട്. ഈ സംഭവത്തിന് ഇത്രയാണ് റേറ്റ്, ഈ സംഭവത്തിന് ഇത്രയാണ് റേറ്റ്. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഒരു തമ്പനയിൽ ഉണ്ടാക്കാൻ ഇപ്പൊ എന്റെ കയ്യിൽ തന്നാൽ ഞാൻ വാങ്ങുന്ന റേറ്റ് 100 രൂപയാണ് ഒരു തമ്പനയിൽ. അതായത് ഞാൻ വാങ്ങുന്നത് 100 രൂപയാണ് ഒരു തമ്പനയിൽ ഉണ്ടാക്കാൻ. അതിന് മുന്നോടിയായിട്ട് ഞാൻ അദ്ദേഹത്തോട് പറയും, ഈ ആരെങ്കിലും തരികയാണ്, ഈ തമ്പനയിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് മോഹൻലാൽ പറയുന്ന പോലെ പൂ പറിക്കുന്ന പോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. താങ്കൾക്ക് ഇത് അത്യാവശ്യമാണോ? ഓക്കെ, അത്യാവശ്യമാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ തമ്പനയിലൊക്കെ ഉണ്ടാക്കണം. അതുകൊണ്ട് ആരും എന്നെ വിളിച്ച് തമ്പനയിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു വീഡിയോസ് വിളിക്കണമെന്നില്ല, വളരെ കോൾ ചെയ്യണമെന്നില്ല, വളരെ ഈസിയാണ് തമ്പനയിലൊക്കെ ഉണ്ടാക്കാൻ. വലിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്, അതിന് എനിക്കറിയാം. പക്ഷെ നിങ്ങളിത് കേൾക്കണം എന്നുള്ളതാണ്. ഇതിന്റെ പുറകിൽ ഞാൻ ഒരു വീഡിയോസ് ഇട്ടിട്ട് ഏകദേശം ഒരു 1 month ആയെന്ന് തോന്നുന്നു. ഒരുപാട് പ്രശസ്തമായ ഒരു യൂട്യൂബറുടെ എന്റെ നമ്പർ സ്പ്രെഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ സംശയത്തിനും മറുപടി ആധികാരികമായി കൊടുത്തിരുന്നത് ഞാനാണ്. അപ്പോൾ ഇത്തരത്തിൽ എനിക്ക് കോള് വരുന്നത് നിങ്ങൾ വിചാരിക്കും ഈ 89 സബ്ബുള്ള ഇവനിക്ക് ആര് വിളിക്കാൻ എന്നുള്ളതൊക്കെ. അതല്ല, ആ നമ്പർ സ്പ്രെഡ് ആയതിന്റെ അടിസ്ഥാനത്തിൽ ആ നമ്പറിൽ നിന്നാണ് എനിക്ക് നിരന്തരമായിട്ടുള്ള കോളുകൾ വരുന്നത്. അപ്പോൾ ഇന്നലെ ഒരു ദിവസം, ഇന്നലെയും മിനിയാന്നുമായിട്ട് എനിക്ക് 1000ന്റെ അടുത്തോളം കോളുകൾ വന്നിട്ടുണ്ട്. അതിൽ ഏകദേശം ഞാൻ 50-60 കോളുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈ അറ്റൻഡ് ചെയ്തതിൽ മാക്സിമം എല്ലാം ഇത് തന്നെയാണ്. ഈ അൾട്ടേഡ് കണ്ടന്റ് എന്ന് പറയപ്പെടുന്ന കാര്യം ഇതിൽ നിങ്ങൾ പറഞ്ഞ വീഡിയോസിൽ പറഞ്ഞത് കറക്റ്റ് അല്ലല്ലോ, ഇന്നയാള് പറയുന്നുണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ട് അൾട്ടേഡ് കണ്ടന്റ് ആണ്, അതുപോലെ തന്നെ പിന്നെന്താ പറയുക, സൗണ്ട് മാറ്റാൻ പാടില്ല, ബ്യൂട്ടി ഫിൽട്ടർ അൾട്ടേഡ് കണ്ടന്റ് ആണ്. അപ്പൊ ഞാൻ അവരോട് ദേഷ്യത്തിൽ പറഞ്ഞു. അപ്പൊ ആ ഒരു സമാധാനം, നിങ്ങളോട് ഇത് ആരാണോ പറഞ്ഞത് അവരോട് ചെന്ന് ചോദിക്കൂ. അപ്പൊ അവര് പറയാണ്, നിങ്ങൾ യൂട്യൂബിന്റെ ടിപ്സ് പറയുന്ന നിങ്ങൾ എല്ലാം ഒന്നല്ലേ, എല്ലാവരും ഒന്നല്ലേ പറയേണ്ടതെന്ന്. അല്ല, ഇതിൽ വായക്ക് തോന്നിയത് കോതക്ക് പാട്ട്, ഇത്തരത്തിൽ സംസാരിക്കുന്ന ആൾക്കാർ ഒരുപാട് നമ്മൾ യൂട്യൂബിൽ കാണുന്നുണ്ട്. ഇപ്പൊ ഇതിൽ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണ്ട എന്നുള്ളതൊക്കെ നമുക്കിപ്പോ തെളിവായിട്ടൊന്നും പറയാൻ പറ്റില്ല, കറക്റ്റായിട്ട് പറയാനും പറ്റില്ല. പക്ഷെ ഇവർ പറയുന്ന ഒരു മിനിമം എന്താ പറയാ, ചെറിയ ഒരു സെൻസുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും ഈ പറയുന്ന നോൺസെൻസ് ആണെന്നുള്ളത്. ഇത്തരക്കാരെ തിരിച്ചറിയേണ്ട ഒരേ ഒരു കാര്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇത്തരക്കാർ വാച്ചിങ് അവർ കയറ്റുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് ആരൊക്കെ പറയുന്നുണ്ടോ അവരെല്ലാം ഫ്രോഡാണ്. അടിവരയിട്ട് തരാം. വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സബ് ചെയ്യൂ. വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നിങ്ങൾ വാച്ചിങ് അവർ നേടൂ. വാട്സപ്പ് ഗ്രൂപ്പ് കൊണ്ട് ക്യാഷ് ഉണ്ടാക്കുന്നവർ ആരൊക്കെ, ഞാൻ യൂട്യൂബിൽ നിൽക്കുന്നവരെ ഇത്തരത്തിൽ ആരൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടോ അവരെല്ലാം ഫ്രോഡാണ്. ഇതിൽ 100% ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, ഇവരൊക്കെ ഫ്രോഡാണ്. ഇത്രയും ആൾക്കാരെ തിരിച്ചറിയുക. ഇനി മുതൽ എന്റെ യൂട്യൂബിൽ ഇത്തരക്കാർക്കെതിരെയുള്ള യൂട്യൂബ് വീഡിയോസ് ആയിരിക്കും വരിക. കാരണം ഇത്തരം ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ച് ഇതൊന്ന് നിങ്ങൾ വീഡിയോസ് ചെയ്യൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു തമ്പനയിലിന് പോലും എത്രയോ ക്യാഷുകൾ വാങ്ങി പറ്റിക്കപ്പെട്ട ആൾക്കാർ. അതുകൊണ്ടാണ് തമ്പനയിലിന് 100 ഇത്ര ക്യാഷാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത്തരക്കാർ ഇനി സൂക്ഷിക്കുക. ജനങ്ങളെ പറ്റിക്കാൻ നിന്നാൽ ഈ യൂട്യൂബിന്റെ പേരും പറഞ്ഞ് പുത്തൻ ആശയക്കാർ എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തരം പുത്തൻ ആശയക്കാർ, ഈ പഴയ ആശയക്കാരും കണക്ക് തന്നെയാണ്. ഈ യൂട്യൂബിന്റെ പേരും പറഞ്ഞ് ക്യാഷ് പറ്റിക്കാൻ വന്നാൽ അല്ലെങ്കിൽ നിന്നാൽ നിങ്ങൾക്കെതിരെ തീർച്ചയായിട്ടും മുഖം നോക്കാതെ ഞാൻ വീഡിയോസ് ഇടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല.
പ്രിയപ്പെട്ടവരെ, ഇത്തരക്കാർക്കെതിരെ നിങ്ങൾ ജാഗ്രതയായിട്ടിരിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ വാച്ചിങ് അവർ കുഴപ്പമില്ല, പൈസ കൊടുത്ത് കയറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളെ ക്ഷണിക്കും. അപ്പൊ ഇത്തരക്കാരെല്ലാം ഫ്രോഡാണെന്നുള്ളതിൽ ഇപ്പോഴും എനിക്കൊരു സംശയമില്ല കേട്ടോ ആ കാര്യത്തിൽ. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. അതുപോലെ തന്നെ എന്താണ് അൾട്ടേഡ് കണ്ടന്റ്, നിങ്ങൾ എത്രമാത്രം ഇതിനെക്കുറിച്ച് ഭയപ്പെടണം എന്നുള്ളതൊക്കെ ഞാൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നമ്മള് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ഒരു വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതവിടെ യെസ് കൊടുത്താൽ അവരവിടെ നമ്മളിപ്പോ പുകവലി പാടില്ല എന്നൊക്കെ കാണുന്ന പോലെ അവരവിടെ എഴുതി വെക്കും. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതുകൊണ്ട് നിങ്ങളെ ചാനൽ അങ്ങോട്ട് പോകും അങ്ങനെയൊക്കെ തെറ്റിദ്ധാരണ ഒക്കെ വളരെ തെറ്റാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനൊരു വാർത്ത തെറ്റായി കേട്ടവർ ദയവ് ചെയ്ത് ഇതുപോലെ ഇനി കണ്ടന്റുകൾ ഡിലീറ്റ് ചെയ്യാതെയും ഒക്കെ ഇരിക്കുക. ഒന്നുകൂടെ കുറച്ചും കൂടെ ഒക്കെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക. ഈ പറഞ്ഞ വ്യക്തി ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തായിട്ട് വീഡിയോസ് ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷമാണ്. കാരണം ഇതൊക്കെ ബാക്കിയുള്ള യൂട്യൂബേഴ്സിനൊക്കെ ബാധിക്കുന്ന ഒരു പ്രോബ്ലം കൂടെ ആയിട്ട് നിങ്ങൾ കാണുക. കാരണം നിങ്ങൾ പറയപ്പെടുന്ന ഓരോ വാക്കുകളും വേദാന്തമായിട്ട് എടുക്കുന്ന കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്. അവർ എത്രക്കാരാണ്, അവർക്കൊന്നും അറിയില്ല എന്നതൊന്നും ഇതിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. അവരൊന്നും അറിയാത്തത് കൊണ്ടാണ് അവർ താങ്കളെ ഫോളോ ചെയ്യുന്നതെന്ന് താങ്കൾ ഓർക്കുക. താങ്കൾ വളരെ ലളിതമായിട്ട് പറയുന്നുണ്ട് എന്നുള്ളത് ഒക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ പൊട്ടത്തരങ്ങളാവാതിരിക്കാൻ ശ്രമിക്കുക. ഒന്നും കൂടെ ഒക്കെ റെഫറൻസ് ചെയ്തിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടെ ഇതിന്റെ ഇത് എഫക്റ്റ് അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വരില്ല. കാരണം അത്രയും കോളുകളും അത്രയും കാര്യങ്ങളും വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി കുറച്ച് ആരെങ്കിലും ഇതുപോലെ ഡിലീറ്റ് ചെയ്യാതൊക്കെ ഇരിക്കുക വീഡിയോസ്. അൾട്ടേഡ് കണ്ടന്റ് എന്താണെന്നും എന്തൊക്കെയാണെന്നുള്ളതും കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ഇടാം എത്രയും പെട്ടെന്നായിട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോസുമായി വരുന്നവരേക്കും അതുവരേക്കും ബൈ.